ആശങ്കയുടെ മുൾമുനയിലാണ് നമ്മുടെ കൊച്ചു കേരളം. എല്ലാവരും കാസർഗോട്ടേക്ക് ഉറ്റുനോക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്നുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ട് ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. വീണ്ടും കാസർഗോഡ് ജില്ലയിൽ 6 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് 6 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ച ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് നമ്മൾ കേട്ടതെങ്കിൽ ഇതാ വീണ്ടും നമ്മളെ അമ്പരിപ്പിക്കുന്ന ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിടുന്നുള്ളത്. ഏകദേശം 14ഓളം ആളുകൾക്കാണ് കാസർഗോഡ് ജില്ലയിൽ മൊത്തത്തിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കാസർഗോഡ് ജില്ലയെ ഭീതിയുടെ മുൾമുനയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കണ്ണൂരിൽ 3 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 3 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചപ്പോൾ കേരളത്തിൽ മൊത്തം 52 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 50,000-ൽ കൂടുതൽ പേർ ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഏകദേശം 200-ൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. അതായത് അത്രത്തോളം വലിയ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ് നമ്മുടെ കൊച്ചു കേരളമുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആശങ്കയുടെ മുൾമുനയിലാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോഴും പലർക്കും വ്യക്തമായിട്ടില്ല. നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുക. വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ അവരെ കണ്ട് കൃത്യമായ രീതിയിൽ ഒരു അകലം പാലിച്ച് നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് കൊറോണ ഉണ്ടാകില്ല, പക്ഷേ അവർ ഇപ്പോൾ ഒരു പരിശോധനയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ അവർ തീർച്ചയായും നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ പിന്നീട് നിങ്ങളിൽ കൊറോണ സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ വികാരം അത് വേറെയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇത് ഏത് രീതിയിൽ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. കാസർഗോട്ടെ ആ 47-കാരനെ ഇന്ന് മൊത്തം പൊതുജനം പഴിചാരുകയാണ്. കാരണം അയാളാണ് കാസർഗോഡിനെ മുൾമുനയിൽ നിർത്തിയത് എന്നുള്ള ഒരു വലിയ വാദം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അതിനാൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഗൾഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ, മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയെ സമീപിക്കുക, നിങ്ങളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് നൽകുക, എന്നിട്ട് നിങ്ങൾ ക്വാറന്റൈൻ പീരീഡിന്റെ ഭാഗമാകുക, കൃത്യമായ സുരക്ഷയിൽ നിങ്ങൾ നിൽക്കുക. കാരണം നിങ്ങൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റലിയുടെ ഗതി വരും, ചൈനയുടെ ഗതി വരും, എന്തിനു വേണം പറയാൻ ഇറാന്റെ ഗതി വരെ നമുക്ക് വരാൻ സാധ്യതകൾ ഏറെയാണ്. അതിനാൽ തന്നെ നമ്മൾ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുക. ആശങ്കയുടെ മുൾമുനയിലാണ് കാസർഗോട്ടെ ജനത. കാരണം ഇനിയും ഒരുപാട് പരിശോധനയുടെ ഫലം വരാനുണ്ട്. ആ പരിശോധനയുടെ ഫലങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ് കാസർഗോട്ടുകാർ. ഈ 47-കാരനുമായിട്ട് ബന്ധം പുലർത്തിയ ആളുകളുടെ സാമ്പിളുകളും നിലവിൽ പരിശോധനയിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കാസർഗോട്ടെ ജനത കാത്തിരിക്കുകയാണ്. എന്തായാലും കേരളം ഞെട്ടിത്തെരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിനെ നേരിടാൻ നമ്മൾ ജാഗ്രത പാലിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.